ഹായ് എവരി വൺ, KMH ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ +2 ക്ലാസ്സുകളിൽ ഇരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ നിങ്ങൾ എഴുതിയ +1 എക്സാമിൻ്റെ മാർക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും കാരണത്താൽ +1ൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പുതുതായി ആ പേപ്പറുകൾ എഴുതാനുള്ള അവസരം കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതുന്ന പേപ്പറുകളെന്നും അതിൻ്റെ ടൈം ടേബിളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതെല്ലാം അപേക്ഷയും കൊടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന 3 പേപ്പറുകൾ അല്ലെങ്കിൽ 1-2 പേപ്പറുകൾ ഏതുമായിക്കൊള്ളട്ടെ, അതിൽ മാർക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതായാലും സ്കൂളിൽ പോയി ക്ലാസ്സിലിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരുപാട് ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ടൈം ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡിസംബർ 18 മുതൽ 23 വരെ ആയിട്ടാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ആകെ ഇനിയുള്ളത് ഒരു മാസം മാത്രമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സയൻസ് വിദ്യാർത്ഥികൾക്ക് +1 ഫിസിക്സിൽ എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഫിസിക്സ്. കൂടുതൽ ആളുകൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടെയാണ് ഫിസിക്സ് ഇപ്രാവശ്യം. അപ്പോൾ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഴയ നോട്ട്സും ടെക്സ്റ്റൊക്കെ എടുത്തു വെക്കുക. കയ്യിലില്ലാത്ത ആളുകൾ അത് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കുക. നമുക്കറിയാം, നിങ്ങൾക്ക് ആകെ പഠിക്കാനുണ്ടായിരുന്നത് ആകെ 15 ചാപ്റ്ററുകളായിരുന്നു അല്ലേ, 2 പാർട്ട് ടെക്സ്റ്റ് ബുക്കുകളായിട്ട്. അപ്പോൾ എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന മാർക്കിനനുസരിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പഠിക്കാൻ. 1 മാർക്ക് കിട്ടിയ ആളുകൾ മുതൽ 59 മാർക്ക് കിട്ടിയ ആളുകൾ വരെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 1 മാർക്ക് കിട്ടിയ ആളുകൾ ചിലപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കൊള്ളുന്നില്ല, എന്നാലും അവരുടെ മാർക്ക് ഒരുപാട് കൂടണമെന്നുണ്ടെങ്കിൽ 59 കിട്ടിയ ആൾ 60 മാർക്കാണെന്നുണ്ടെങ്കിലൊക്കെ നന്നായി പഠിച്ചു തന്നെ പറ്റും. അപ്പോൾ ഈ 15 ചാപ്റ്ററുകളുടെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ചാപ്റ്ററാണ് കൂടുതൽ മാർക്കിന് ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നോക്കാം. അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഈ ആദ്യത്തെ പാർട്ടിലെ 8 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ അതിൽ ഫിസിക്കൽ വേൾഡ് ഫസ്റ്റ് ചാപ്റ്റർ വെറും 1 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ദെൻ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് 4 മാർക്കിനാണ്. ദെൻ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനും 4 മാർക്കിനാണ്. ദെൻ മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്ന് 5 മാർക്കിന് കാണാം ചോദ്യങ്ങൾ. ദെൻ അടുത്തത് ലോസ് ഓഫ് മോഷൻ കുറച്ചധികം വലിയ ചാപ്റ്ററാണ്, 6 മാർക്കിന്. അത് മാത്രമല്ല വേറെയും ചോയ്സ് ക്വസ്റ്റ്യൻ അതിൽ നിന്നുണ്ടാവും. ദെൻ വർക്ക് എനർജി പവറിൽ നിന്ന് 4 മാർക്ക്. ദെൻ റൊട്ടേഷണൽ മോഷനും ഗ്രാവിറ്റേഷനും 5 മാർക്ക് വീതമാണ്. ഇങ്ങനെയാണ് പാർട്ട് 1ലെ ചാപ്റ്ററിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നമുക്ക് സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്ററുകൾ നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നിന്ന് വെറും 2 മാർക്കിനാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്ന് 7 മാർക്കിന്. അതുമാത്രമല്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാവും, ചോയ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ 7 മാർക്കിന് ഏറ്റവും വലിയ ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ദെൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 3 മാർക്ക്. തെർമോഡൈനാമിക്സ് 4 മാർക്ക്. ദെൻ കൈനറ്റിക് തിയറി 2 മാർക്ക്. ഓസിലേഷനിൽ നിന്നും വേവ്സിൽ നിന്നും 4 മാർക്ക് വീതം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ചാപ്റ്ററുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിൽ നിന്നും വരിക. ഇനി ഫിസിക്സിൽ പൊതുവേ വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അതായത് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ്, ഏതെല്ലാം ഏരിയകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രധാനപ്പെട്ട ചില ഏരിയകൾ എങ്ങനെ വരുന്നു എന്ന പാറ്റേൺ ആണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും മാക്സിമം ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഏതൊക്കെയാണ്? ഡെറിവേഷൻസ്, അതുപോലെ പ്രധാനപ്പെട്ട തിയറീസ്, ലോസ്, പ്രിൻസിപ്പിൾ ഒരു ഭാഗത്ത്, ദെൻ പിക്ചേഴ്സ്, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ്, ദെൻ പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേഷൻസ് അല്ലേ, നിങ്ങൾ 10ാം ക്ലാസ് വരെ അധികം പരിചയമില്ലാത്തൊരു സംഭവമാണ് ഡെറിവേഷൻസ്. അപ്പോൾ +1 ഫിസിക്സിലെ മിക്ക ചാപ്റ്ററുകളിലും പലതരത്തിലുള്ള ഡെറിവേഷൻസ് ഉണ്ട്. 2 മാർക്കിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ, അതുപോലെ ലോസ് ഓഫ് മോഷനിൽ ബാങ്കിങ് ഓഫ് കർവിൻ്റെ ഡെറിവേഷൻ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷനിലേക്ക് എത്തുന്ന ഡെറിവേഷൻ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞത് തിയറീസ്, ലോസ്, പ്രിൻസിപ്പിൾ ഇവയൊക്കെയാണ് അല്ലേ. ഒരുപാട് തിയറീസ് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ മുതൽ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, കൺസർവേഷൻ ലോസ്,
ദെൻ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ, പാരലാക്സ് തിയറം, പെർപെൻഡിക്കുലർ ആക്സ് തിയറം, ഹുക്സ് ലോ, അങ്ങനെ ഒരുപാട് ലോസ് നമുക്ക് പഠിക്കാണ്ട്. എല്ലാ ലോസും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക. ദെൻ തേർഡ് എന്ന് പറഞ്ഞാൽ ഡയഗ്രാംസ് അല്ലെ പിക്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ ഹീറ്റ് എഞ്ചിൻ്റെ ഡയഗ്രാം തന്നിട്ട് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ തിരുത്താൻ പറയുന്നു, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ ഡയഗ്രാം ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയഗ്രാംസ് വരയ്ക്കാൻ, ഇതൊക്കെയാണ്. അപ്പോൾ മിക്ക ചാപ്റ്ററുകളും ഡയഗ്രാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എവിടെയൊക്കെയാണ് ഡയഗ്രാംസ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ്. കൂടുതലും ഗ്രാഫുകളുള്ളത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ തുടങ്ങിയ ചാപ്റ്ററിലാണ് ഗ്രാഫിക്കലായുള്ള കുറേ കാര്യങ്ങളുള്ളത്. അതുമാത്രമല്ല ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഗ്രാഫ് ഉണ്ട്, ഹുക്സ് ലോ ആയി ബന്ധപ്പെട്ട ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഗ്രാഫ് വരുന്ന ഏരിയയും വളരെ വ്യക്തമായി പഠിക്കുക. കാരണം ഏതെങ്കിലും ഒരു ഗ്രാഫ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ദെൻ മിക്ക കുട്ടികളുടെയും മാർക്ക് കുറക്കുന്ന ഒരു ഏരിയയാണ് അവസാനത്തത് പ്രോബ്ലംസ് അല്ലേ. പ്രോബ്ലമാണ് മിക്കവരുടെയും പ്രോബ്ലം. അപ്പോൾ ഡെറിവേഷൻ ഉണ്ടോ, ഇക്വേഷൻ ഉണ്ടോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്കൂളിൽ നിന്ന് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുമായി ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അത് കാണാതെ പഠിക്കാൻ പറ്റില്ല, ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രോബ്ലം ചെയ്യുന്ന രീതി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്തിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത് ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു പാറ്റേണിൻ്റെ ഒരു 5 ഏരിയയുമാണ്. അപ്പോൾ ഇനി KMH ക്ലാസ്സിലൂടെ ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ എക്സാമിന് വരുന്നവരെ 10 മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ 6 ക്ലാസ്സുകളായിട്ടാണ് ക്ലാസ്സുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ നൽകിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്